വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഹാജിയാരെ എന്താ മോനെ? അല്ല ഹാജിയാരെ, എവിടെ നിങ്ങൾ വരുന്നത്? കീസൊക്കെ അയച്ചു പിടിച്ച് വരുന്നുണ്ടല്ലോ ഹാജിയാരൊക്കെ നിങ്ങള്. അതൊന്നും പറയണ്ട കുട്ടിയെ. എവിടുന്ന മീൻ വാങ്ങിയോ? മീനൊന്നും അല്ല, ഗുളികയും മരുന്നാണ് കുട്ടിയെ. മഞ്ചേരിയിലെ നമ്മളെ ഇതൊക്കെ പാടെ ഇന്നൊന്നും തുടങ്ങിയതൊന്നല്ല, കുറേ കാലായി തുടങ്ങിയിട്ട്. രാവിലെ ഇങ്ങനൊരു പോങ്ങ, ഉച്ചക്ക് ഇങ്ങനൊരു പോങ്ങ, വൈകുന്നേരം ഇങ്ങനെ പോവാം. ചോറല്ല കുട്ടിയെ, മരുന്ന്. മരുന്നോ? 10-20 വർഷമായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്. നമ്മളെ മഞ്ചേരിയിലെ ആസ്പത്രിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ പോവും. ചിലപ്പോ എന്റെ കുറിപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ഓൽക്കാർ എന്റെ കണ്ണും മോറും കണ്ട ഓൽക്കാർ എന്റെ ഗുളിക എല്ലാം അറിഞ്ഞാണ്ട് ഓല് തരും. അല്ലേ മാസത്തില് നഴ്സന്മാർക്കില്ലേ, ഡോക്ടർമാരും നഴ്സന്മാരും വരുന്നുണ്ടല്ലോ, ഓളും തരും ഞമ്മക്ക് ഒരു പോകാൻ മരുന്നും കാര്യങ്ങളൊക്കെ. അതും കുടിച്ചും. എന്ത് കുടിച്ചിട്ട് എന്താ, നമ്മളൊരു രോഗങ്ങളൊന്നും മാറുന്നില്ല. അതാണ് കുട്ടിയപ്പോ വലിയ പ്രശ്നം. അതിന് കാക്ക നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഏറ്റവും വലിയ ബിസിനസ് എന്താ അറിയോ നിങ്ങൾക്ക്? ഒന്ന് ആരോഗ്യ മേഖലയാണ്. ആശുപത്രികൾ ഇങ്ങനെ പൊന്തല്ലേ. ഇപ്പൊ നിങ്ങൾ കണക്ക് പത്രത്തിൽ വന്നത് നിങ്ങൾ കണ്ടോ? 29,000 മെഡിക്കൽ ഷോപ്പാണ് നമ്മളവിടെ ഉള്ളത്. ഓൽക്ക് കിട്ടിയ വരുമാനം എത്ര അറിയാം നിങ്ങൾക്ക്? 15,000 കോടി. ഇത് എവിടുന്ന ഉണ്ടായത്? നിങ്ങളെ പോലുള്ള ഒരു പോങ്ങ കുടിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് കുടിച്ചിട്ട് വല്ല മാറ്റം ഉണ്ടോ? അതല്ല കുട്ടിയെ പറഞ്ഞ് നമ്മള് എല്ലാ ആഴ്ചയിൽ ഇങ്ങനെ പോയി നമ്മൾക്ക് ബിസിനസ് ആണ് കാക്ക. നിങ്ങൾക്ക് ഈ പോങ്ങ തരുന്ന എന്തിനറിയാം? നിങ്ങൾക്ക് അടുത്തൊരു പോങ്ങിയും പാടെ കൂട്ടി തരാനാ. നിങ്ങള് വേദനക്ക് ഗുളിക കൊടുക്കലുണ്ടോ? നിങ്ങളെ എളുപ്പം പോയിക്കാണ്ട് നിങ്ങളെ കിഡ്നിന്റെ ടെസ്റ്റ് ഒന്ന് നടത്തിക്കൊണ്ടി. വേദനന്റെ മരുന്ന് നിരന്തരം കുടിച്ചുകൊണ്ടിരുന്ന കിഡ്നി പോകും. ചങ്ങായി അന്നപോലത്തെ ഇന്നപോലത്തെ പൊട്ടന്മാരല്ലേ എഴുതി തരും, നല്ല നല്ല ഡോക്ടർമാരല്ലേ എഴുതി തരും. അങ്ങനെ ഓരോ മരുന്ന് കുടിക്കുമ്പോഴും നമുക്ക് ഓരോ അവയവത്തിനും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓൽക്ക് എന്തെങ്കിലും മരുന്ന് എഴുതി തന്നാ പോരെ? ഈ മരുന്ന് എവിടുന്ന പേര് നിങ്ങൾ കണ്ടുക്കണോ? ഓരോ എക്സിക്യൂട്ടീവ് കണ്ടുകണങ്ങൾ വരുന്നു, മെഡിക്കൽ റെപ്പാള് നമ്മളവിടെ വരിക്കുമ്പോ അടിക്കൂടി തിരികെ കയറുന്നുണ്ട്. ഓലാണ് ഈ മരുന്ന് കൊടുത്താണ് ഡോക്ടർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണേ. നിങ്ങൾ എന്താ കരുതിയത്? അപ്പൊ ഓല കമ്പനി ഉണ്ടാക്കണ മരുന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഡോക്ടർമാരെ വില പേശി ഞങ്ങൾ ഇത് ഇത്ര കൊടുത്താല് ഇങ്ങക്ക് അത് തരാം, നിങ്ങൾക്ക് കാറ് തരാം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓലാണ് സെറ്റാക്കിയാണ് ഓരോ ഡോക്ടർമാരെ ഓല ചാക്കിലാക്കിയാണ്ട് ആ മരുന്ന് ഞമ്മക്ക് തിന്നാൻ തരാണ് ബല്. അടച്ച തമ്പുരാന, ഓൽക്കൊക്കെ മരിച്ചുമ്പോ ചങ്ങായി ഈമാൻ കിട്ടും. നോക്കിയാണ് അവിടെ കുത്തിരിക്കണേ. അല്ല ചങ്ങായി, നമ്മള് ഈ ബസ്സൊക്കെ തിന്നുകാണ്ട് ഓൽക്ക് കാറും ബസ്സും വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഞമ്മക്ക് പുതിയതായിട്ട് അറിയാട്ടോ. അസുഖം മാറുകയാണെങ്കിൽ ഇവിടെയുള്ള ആശുപത്രി കൊറേ കൂടുക ചെയ്യാ. അത് കുറയും. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടാവണ്? അല്ല അത് ശരിയായിട്ട് പറഞ്ഞിട്ടോ. നമ്മൾ ഈ ആരോഗ്യല്ല കേരള അല്ലെ, അങ്ങനല്ല അറിയാം. ഈ ആരോഗ്യല്ല കേരള എന്റെ കുട്ടി പറഞ്ഞപ്പോ നമ്മളിവിടുത്തെ ആസ്പത്രി പൂട്ടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആരോഗ്യമുള്ള ആളുകളും നല്ല മനുഷ്യന്മാരെ കാരണം. ഇപ്പൊ നമ്മൾ കാണും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 1-2 ആസ്പത്രി. പെരിന്തൽമണ്ണ എത്ര ആശുപത്രി ഉണ്ട്? പെരിന്തൽമണ്ണ ഉണ്ട്, മഞ്ചേരി ഉണ്ട്, എല്ലായിടത്തും നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആസ്പത്രികളെ കൊണ്ടും. കുട്ടി പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാല്, നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ആരോഗ്യമില്ല കേരളം എന്നൊക്കെ അല്ലെങ്കിൽ ആരോഗ്യമില്ല ഇന്ത്യ വെറുതെ പറയാനൊക്കെ. കൊറോണ വന്നപ്പോ ഈ ആൾക്കാർക്കൊന്നും അസുഖങ്ങൾ എവിടെയും കണ്ടില്ല. അതാണ് അത് ശരി. എടുക്കാൻ പോയിനെ ഈ ആശുപത്രി മുഴുവൻ പൂട്ടി ഇല്ലേ? അപ്പൊ ഈ ആൾക്കാർക്ക് ഒരു അസുഖവും ഇല്ല, അവിടെ വേദന ഇവിടെ വേദന ഒന്നുമില്ല. എവിടുന്ന മരുന്ന് കിട്ടിയത്? അടച്ച തമ്പുരാനെ, ഈ ദുനിയാവ് ഇതൊക്കെ എവിടുക്ക പോണത് ഒരു പിടുത്തമില്ല. പൈസ ഉണ്ടോ മനുഷ്യന്മാരെ കൊടുത്തിട്ട് കണ്ണും കിഴിനിയും ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇത് ആരും പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഏറ്റവും വലിയ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഈ ആരോഗ്യ മേഖല ആശുപത്രികളാണ്. ഓൽക്കൊക്കെ ടാർഗറ്റ് കൊടുക്കുകയാണ് ആചാര്യ. അത് നിങ്ങൾക്ക് അറിയോ? ഒരു മാസം ഇത്ര ഓപ്പറേഷൻ വേണം, കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്ര മരുന്ന് അവിടെ ചെലവാകണമെന്ന് ഓൽക്ക് ഓല മാനേജ്മെന്റ് ഓല മീറ്റിംഗിൽ കൊടുക്കാണ് ടാർഗറ്റ്. അത് ആ മാസം ഓല അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഓൽക്ക് പുളിച്ച തെറിയ കേൾക്കുക. ഓല വാപ്പാനും ഇമ്മാനും ഒക്കെ പറയും ഓല മാനേജ്മെന്റ്. ഡോക്ടർമാർ ഞമ്മക്കെല്ലാം തോന്നിയിട്ടുള്ള ഡോക്ടർമാരാണ്. ഓലി മേലെ ഓൽക്ക് പൈസ കൊടുക്കണോലുണ്ട്. ഓല് പച്ച തെറി പറയുമ്പോ ആ തെറി കേട്ടീന്റെ പിറ്റേന്ന് ഞങ്ങൾ പോണ എഴുതിക്കോളി, ഞങ്ങളെ പള്ളയെ കയറണ്ട വെച്ചാൽ പള്ളനെ കീറുമല്ലോ. അത്ര തന്നെ ഉള്ളു ഓൽക്ക്. നമ്മൾ മത്തി മുറിച്ചണ മാരിക്കും അവർക്ക് മനുഷ്യന്മാര്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യിച്ചു ഒന്നും കാട്ടണ്ട, നമ്മളിതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്താൽ മതി. ഇല്ല മരുന്ന് മുഴുവൻ കുടിച്ചിട്ടൊന്നും വേണ്ട. പണ്ടുള്ള മനുഷ്യന്മാരൊക്കെ കുറെ മരുന്ന് കുടിച്ചിട്ടേനും
നിങ്ങൾ ഈ കീസ് നിറച്ച് മരുന്നും കൊണ്ട് ഞാൻ ഇത് പച്ചമീൻ വാങ്ങി വരാണ് കരുതി. ചെങ്ങായി എന്റെ അടുത്ത് പൈസ ഉണ്ടായില്ല, പെൻഷൻ പനം കിട്ടിയിട്ടും അപ്പുറത്ത് എന്റെ ചെങ്ങന്മാരും സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിട്ടാണ് എന്താ ഇതൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇത്ര കൊണ്ടുവരുന്നത്. അസുഖങ്ങള്? എനിക്കില്ലാത്ത ഞാൻ അസുഖമില്ല, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും. അജയരെ, നമ്മൾ കാര്യം മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗാ. നമ്മൾ ചെല്ലുമ്പോ നമുക്കൊരു അസുഖം ഇല്ലെങ്കിലും ഓല ടാർഗറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു അസുഖം ഉണ്ടാക്കി തരുമല്ലോ. എന്റെ അനുഭവത്തിലുണ്ടേ, എന്റെ കുട്ടീനെ ഞാൻ ന്യൂമോണിയ ഉണ്ടായിട്ട് മഞ്ചേരി കാട്ടി, അത് മാറി ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് കൊടുന്ന് കാട്ടുകൊണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് പറയാലോ. അങ്ങനെ കാണിച്ചാൻ പറഞ്ഞ ദിവസമായപ്പോ ഓല് വിരുന്ന് പോയി. വിരുന്ന് പോയപ്പോ ഓളെ അമ്മ അവിടുന്ന് പെരിന്തമണ്ണ ഒരു ആശുപത്രിക്ക് കൊണ്ടുപോയി. അതിന്റെ ആവശ്യം ഏതായാലും ഇല്ല, വേറെ ആശുപത്രിക്കല്ലല്ലോ കൊണ്ടോണ്ടേ. അവിടെ എത്തിയപ്പോ പറഞ്ഞു ന്യൂമോണിയ നല്ലോണം കൂടിക്കണു, ഇപ്പൊ അഡ്മിറ്റ് ആക്കണം, 2 ബാത്റൂം കൂടിക്കണു. ഒരു എക്സ്റേ ഒക്കെ അടുപ്പിച്ച് കണ്ട് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ മഞ്ചേരിക്ക് തന്നെ കൊണ്ടുപോയിക്കോളാം. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ കാറിൽ അഡ്മിറ്റ് ആക്കാനുള്ള എല്ലാ സാധനവും വണ്ടി കയറ്റി ഓല ആ കാറിൽ കൊടുന്നു. ആ കാറിന് അതേമാതിരി നമ്മളെ കാറിൽ കയറ്റി മഞ്ചേരി കൊണ്ടുപോയി. അതിൽ എക്സ്റേ എടുത്ത് ഡോക്ടർ ആ എക്സ്റേ എടുത്ത് നോക്കിയാണ് പറഞ്ഞു ഇതിലൊരു കുഴപ്പം കാണിച്ചല്ലോ, എവിടുന്നപ്പം ഇങ്ങോട്ട് ഇത് പറഞ്ഞു ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോയിക്കാണ്ട് കടത്തിക്കാണെങ്കിൽ എത്ര രൂപേനെ മരുന്ന് കുട്ടീന്റെ മേത്ത് കാട്ടി പൈസ കൊടുക്കണീനല്ല, ഇത് കുട്ടീന്റെ മേത്തേക്ക് ഇത് കയറ്റിയ കേടില്ലേ. പൈസ കയറ്റി കുട്ടികളെ കൊല്ലാൻ പറ്റുമോ? അതാണ് ഓൽക്ക് കുട്ടികളും മക്കളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് ഞമ്മളെ കൊല്ലാനായിട്ട് ഇരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കണം. ഹലാക്കിലെ ജീവിതമാണ് ഹലാക്കിലെ ജീവിതം തന്നെയാണ് ഇത്. പണ്ടാറടങ്ങതല്ല കൂടെ കുത്തിവെച്ച് പഠിച്ചാൽ കൊണ്ടായിക്കോട്ടെ വിചാരിച്ചിരിക്കാണ് ഞാൻ. അതാ നല്ലത്. ഇതിപ്പോ ആരും വിശ്വസിക്കാൻ പറ്റില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. ഒരു അസുഖമായ മരുന്ന് പോലും കുടിച്ചാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ആലോചിച്ചോക്കാം. ഇപ്പൊ അവിടെ കിഡ്നി പോയി, ഇവിടെ ഇതൊക്കെ നമുക്ക് പറയാന്നല്ല, ഇത് കിഡ്നി പോലും കുത്തിവെച്ച് കാര്യം ചെയ്യും. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പണ്ട് മൂലക്കുരു ഉണ്ട് പറഞ്ഞാണ്ട് ചികിത്സ പറഞ്ഞാണ്ട് ബോർഡിന്, അതേമാതിരി ഇപ്പൊ എല്ലാവർക്കും ഇന്ന ആൾക്ക് ചികിത്സ, ഇന്ന കിഡ്നി പോയി പറഞ്ഞാണ്ട് എല്ലായിടത്തും ഇതിനൊക്കെ നമ്മളെല്ലാരും പിരിച്ചു കൊണ്ടേ കൊടുക്കാണ്. 50 ലക്ഷം 60 ലക്ഷമൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്നു. നമ്മളെല്ലാരും കേരളത്തിലെ മനുഷ്യന്മാരെല്ലാരും ഒരു ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി കുടിച്ചാനാ സംസം വെള്ളം കുടിച്ചാൽ മാതിരി ആൾക്കാരെ പോതി. എന്നിട്ട് എല്ലാരും കണക്കാണ്, ഒരു രക്ഷയില്ല. ഇപ്പൊ എന്താ ഇത് ആര് വിശ്വസിക്കണമെന്ന് ആര് തള്ളണമെന്ന് പടച്ചുറപ്പ എനിക്കറിയില്ല. ഈ ജാതി അനുഭവങ്ങൾ എല്ലാവർക്കും ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെ പോലെ മരുന്ന് ഈ മരുന്ന് ഇങ്ങനെ പോങ്ങ ഭാര്യ തിന്നാളെ കുഴപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ക്ഷീണം വരും. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് കിടക്കും, പഠിച്ചോനെ ഇച്ചെന്താണ് അസുഖം എന്നാണ് കിടക്കും. ആ അസുഖം ആലോചിച്ച് നിങ്ങൾക്ക് അടുത്ത അസുഖം വരും. നിങ്ങൾ ആ മരുന്ന് കുറച്ച് വെക്കാണ്, അപ്പൊ നിങ്ങൾക്ക് ക്ഷീണം കുറയും. അപ്പൊ തൊടുവിൽ വല്ല പണി എടുത്താൽ തന്നെ മാറും. ഇത് ആലോചിച്ച് ഉണ്ടാക്കുക പറഞ്ഞാൽ മതി. ചെറുപ്പക്കാരനാണ്, എന്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു. നീച്ചെടുക്കാൻ വെച്ച ഇനി ഗുളിക കുടിച്ചാലും വേണ്ട, ഗുളിക കുടിച്ചിട്ട് മാറ്റാം. പഠിച്ചോനെ ഇജ്ജ് കാക്ക്.